എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും നമസ്കാരം. ഒപ്പം സൈഡ് ലൈറ്റ്സിന്റെ മറ്റൊരു യൂറോപ്പ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. യൂറോപ്പിലെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. യൂറോപ്പിലെ ഏറ്റവും നീളമേറിയ നദികളിലൊന്നായ റൈൻ നദിയിൽ ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്വിറ്റ്സർലൻഡ് ഭാഗത്താണ് റൈൻ ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. സൂറിച്ച് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് നയനമനോഹരമായ നിരവധി സ്വിറ്റ്സർലൻഡ് ഗ്രാമങ്ങൾ താണ്ടി റൈൻ നദിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ ദൂരത്തായി റൈൻ ഫാൾസ് നമുക്ക് കാണാം. വെള്ളച്ചാട്ടത്തിനടുത്ത് നദിയുടെ തൊട്ടരികിൽ ഈ ട്രെയിൻ പോകുന്നതും ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നതുമായ ഭാഗങ്ങളെല്ലാം ജർമ്മനിയാണ്. വെള്ളച്ചാട്ടവും നദിയും ഞങ്ങൾ നിൽക്കുന്ന അതിൻ്റെ ഭാഗവുമെല്ലാം സ്വിറ്റ്സർലൻഡും. സ്വിസ് ആൽപ്സ് പർവ്വതനിരകളിലുള്ള കോൺസ്റ്റൻസ് എന്ന തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് റൈൻ നദി. ഉയരമെടുത്താൽ വെറും 23 മീറ്റർ മാത്രമേ ഉള്ളൂവെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സവിശേഷത ഇതിൻ്റെ വ്യാപ്തിയാണ്. ഏകദേശം 150 മീറ്ററോളം നീളത്തിൽ പരന്നൊഴുകുകയാണിത്. ടൂറിസ്റ്റുകൾക്കായി ഒരു പ്രത്യേക അനുഭവം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ കരുതി വച്ചിട്ടുണ്ട്. അതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഫാളിംഗ് പോയിന്റിന് തൊട്ടടുത്ത് വരെ പോകുന്ന ഒരു കിടിലൻ ബോട്ട് യാത്ര. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോട്ട് ജെട്ടിയിലേക്ക് ചെന്നാൽ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അനവധി ബോട്ടുകളുണ്ട്. അവയിലൊന്നിൽ കയറി തടാകത്തിലൂടെ യാത്ര ചെയ്ത് വെള്ളച്ചാട്ടത്തിന് തൊട്ടരികിലെത്തി അതിൻ്റെ നയനമനോഹാരിത പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. വളരെ വിശാലമായൊരു അധികം ഹൈറ്റ് ഇല്ല ഈ വെള്ളച്ചാട്ടത്തിന്, നല്ല പക്ഷെ നല്ല വീതിയിൽ ഒഴുകുന്നൊരു വെള്ളച്ചാട്ടമാണ്. വളരെ തെളിഞ്ഞ വെള്ളമാണ്. ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായ വെള്ളച്ചാട്ടത്തിലൂടെയുള്ള ഈ ബോട്ട് യാത്ര കഴിഞ്ഞ് തീരത്തെത്തിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ചോദിച്ചു, ഒരു മസാല ടീ കുടിക്കുന്നതെന്ന്. സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാവും മസാല ചായ കിട്ടുക എന്ന് ഒന്നമ്പരന്നു. ഞങ്ങൾക്ക് മുന്നിൽ നടന്ന് വഴി കാണിച്ച് ഗൈഡ് കൊണ്ടെത്തിച്ച സ്ഥലം കണ്ടപ്പോൾ ശരിക്കും സന്തോഷിച്ചു. സ്പൈസ് ബിസ്ട്രോ എന്ന ഒരു ചെറിയ ടീ സ്റ്റാളിലേക്കാണ് ഗൈഡ് ഞങ്ങളെ നയിച്ചത്. അവിടെ മസാല ചായ മാത്രമല്ല മറ്റ് പല ഇന്ത്യൻ വിഭവങ്ങളുമുണ്ട്. വിദേശ രാജ്യത്ത് വിചാരിക്കാതെ കിട്ടിയ മസാല ചായയുടെ രുചി ഞങ്ങളുടെ സംഘത്തിൽപ്പെട്ട മിക്കവരും നല്ലവണ്ണം ആസ്വദിച്ചു. മനസ്സിൽ ആശിച്ചത് മുന്നിൽ യാഥാർത്ഥ്യമാക്കിയ സ്പൈസ് ബിസ്ട്രോയുടെ നടത്തിപ്പുകാരനെ ചെന്ന് കണ്ടു നന്ദി പറഞ്ഞു. स्विट्जरलैंड में राइन वाटरफॉल्स जाने में ये जो मसाला टी इधर ही मिलता है शायद, है ना? ये तो बहुत राजस्थानी एकदम बढ़िया मसाला टी है. काफ़ी साल से है इधर? 10 साल से. बहुत टूरिस्ट आता है, मतलब इंडियंस ही आते हैं यहाँ पे ज़्यादातर या बाहर के लोग भी आते हैं? सब लोग आते हैं. अच्छा, तो पूरा साल भर यहीं रहते हैं? साल भर मतलब दुकान भी साल भर चलते हैं? हाँ, विंटर में बंद होता है. फॉल्स भी बंद होता है? अच्छा, तो खुलता कब है? फरवरी से फिर 8 महीना चलेगा. तो आप पूरा तब तक रहते हैं. आप कहाँ से हैं? राजस्थान में कौन सी जगह? पाली. आपका शुभ नाम क्या सर? लक्ष्मण सिंह. अच्छा, परिवार वगैरह इधर साथ में है या राजस्थान में? तो खाना ये जो यहाँ चना मसाला वगैरह भी लिखा है, वेजी मसाला, समोसा आप ही बनाते हैं? इंडियन डिशेस है. चलिए, बहुत बढ़िया है, बहुत बढ़िया, धन्यवाद. തിരികെയുള്ള യാത്രയ്ക്കായി ഞങ്ങളുടെ ബസ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ മറ്റൊരു ബസ് കണ്ടു. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്വീറ്റിൻ്റെ പേരാണോ എന്ന് കരുതി ചെന്ന് നോക്കിയപ്പോൾ അല്ല, മാസ് യൂറോപ്പ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ യൂറോപ്പും സ്വിറ്റ്സർലൻഡും സന്ദർശിക്കുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് റൈൻ ഫാൾസ്. സൈഡ് ലൈറ്റ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? അതുപോലെ ചാനലിൽ കാണിച്ചിട്ടുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ.